വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അഭിമിസ് ആണ്. മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എപ്പോഴും കേട്ടിട്ടില്ലാത്ത എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ USS എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വർക്കുകളാണ് കേട്ടോ. എന്താണ് പാൻഗ്രാം, അതുപോലെ തന്നെ എന്താണ് ഒനമാറ്റോപോയിയ. സോ ഈ രണ്ട് വേർഡ്സ് കേട്ടിട്ടുള്ളവരുണ്ടാവും, കേട്ടിട്ടില്ലാത്തവരുണ്ടാവും. എന്നാൽ ഈ വീഡിയോയിൽ ഇതെന്താണ് വിത്ത് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതെന്താണെന്ന് മനസ്സിലായവർ, അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണാം കേട്ടോ. സോ ഫസ്റ്റ് വൺ, എന്താണ് പാൻഗ്രാം? നമ്മൾ കേട്ടിട്ടുണ്ടാവും എ സെന്റൻസ് വിത്ത് എവറി ലെറ്റർ. അതെങ്ങനെയാ സെന്റൻസ് വിത്ത് എവറി ലെറ്റർ? നമുക്കറിയാം, നമ്മുടെ ആൽഫബറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ വെച്ചിട്ടാണ് അല്ലേ. എ മുതൽ A B C D അങ്ങനെ പോയി Z വരെ ഇതാണ് നമ്മുടെ ആൽഫബറ്റ്. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു സെന്റൻസ് ഉണ്ടാവും. സോ A തൊട്ട് Z വരെയുള്ള എല്ലാ ലെറ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസിനെയാണ് നമ്മൾ പാൻഗ്രാം എന്ന് പറയുന്നത്. Okay, so a sentence that contains every single letter of the alphabet from A to Z. A മുതൽ Z വരെ എല്ലാ ലെറ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ്, അതിനെയാണ് പാൻഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. ഫേമസ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ദ ക്യൂട്ട് ബ്രൗൺ ഫോക്സ് ജംപ്സ് ഓവർ ദ ലേസി ഡോഗ്. ഓക്കെ, ദ ക്യൂട്ട് ബ്രൗൺ ഫോക്സ്. ഇവിടെ നിങ്ങൾ ഒരു ബ്രൗൺ ഫോക്സിനെ കാണുന്നുണ്ട്. ഈ ബ്രൗൺ ഫോക്സ് എന്ത് ചെയ്യാണ്? നമ്മുടെ ലേസി ഡോഗിന്റെ മുകളിൽ കൂടെ ചാടുകയാണ്. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് അല്ലേ. എ ക്യൂട്ട് ബ്രൗൺ ഫോക്സ് ജംപ്സ് ഓവർ ദ ലേസി ഡോഗ്. സോ ഇതില് A മുതൽ Z വരെയുള്ള എല്ലാ ലെറ്റേഴ്സും ഇല്ലേ എന്ന് സംശയം തോന്നാം. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം അല്ലേ. A ഉണ്ടോ? യെസ്, ഇവിടെ എവിടെയാണ് A ഉള്ളത്? ഓവർ ദ ലേസി. ഓക്കെ, ലേസിയിൽ A വന്നു, A കിട്ടി. ഓക്കെ, A നമുക്ക് കിട്ടി. യെസ്, അയ്യോ, ഓക്കെ, A നമുക്ക് ഉണ്ടെന്ന് പറയാം. A is there. ഓക്കെ, A ഉണ്ട്. ഇനി B ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണ്ടേടാ. ബ്രൗൺ, യെസ്, B ഉണ്ട്. ഇനി C ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ക്യുക്കിന്റെ C ഉണ്ട്, കണ്ടോ, C ഉണ്ട്. D ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ABCD ഡോഗ്, യെസ്, D ഉണ്ട്. അങ്ങനെ ABCD മാത്രമല്ല EFGHIJKLMNOP QRST UVW XYZ അതിലെല്ലാം ഇതിലുണ്ടാവും. സോ ഇങ്ങനെ വേറൊരു സെന്റൻസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. മാത്രമല്ല, എന്താണ് പാൻഗ്രാം എന്നറിയാത്ത ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. കഴിഞ്ഞിട്ടില്ല. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളതാണ് ഒനമാറ്റോപോയിയ. എന്താണ് ഒനമാറ്റോപോയിയ എന്ന് പറഞ്ഞാൽ? സോ നമുക്കറിയാം, പാമ്പിന്റെ ശബ്ദം എങ്ങനെയാണ്? ഇങ്ങനെ അത് ചീറ്റാണ് അല്ലേ, അതിനെ ഹിസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇനി നമ്മൾ എന്തെങ്കിലും ഫോട്ടോ എടുക്കുകയാണ്, അതിന് നമ്മൾ ക്ലിക്ക് എന്നാണ് പറയാം. വെള്ളം തെറിച്ച് വീഴാണ്, അതിന് നമ്മൾ സ്പ്ലാഷ് എന്ന് പറയും. ഓക്കെ, എന്തെങ്കിലും ഒരു ഇട്ടി വിട്ടുകയാണ്, അപ്പോൾ നമ്മൾ ബൂം എന്ന് പറയും. സോ സൗണ്ടായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും, അതായത് എന്താണോ ആ ശബ്ദം, ആ സൗണ്ടായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ആ വേർഡ്. അതിനെയാണ് ഒനമാറ്റോപോയിയ എന്ന് പറയുന്നത് കേട്ടോ. വേർഡ്സ് ദാറ്റ് ലുക്ക് ലൈക്ക് ദർ മീനിങ്. അതിന്റെ മീനിങ് എന്താണോ അതുപോലെ തന്നെ തോന്നുന്ന വേർഡ്സിനെയാണ് ഒനമാറ്റോപോയിയ എന്ന് പറയുന്നത്. സോ സം വേർഡ്സ് ആർ കോൾഡ് ഒനമാറ്റോപോയിയ ബിക്കോസ് ദേ മിമിക് ദ ആക്ച്വൽ സൗണ്ട് ദേ മേക്ക്. അതെന്ത് ശബ്ദമാണോ ഉണ്ടാക്കുന്നത് ആ ശബ്ദത്തിനെ മിമിക് ചെയ്തുകൊണ്ടുള്ള വേർഡ്സ് ആയിരിക്കാം. ഉദാഹരണമാണ് നമ്മുടെ ബബിൾ, സ്ക്വാട്ട്, ക്ലിക്ക്, സ്നാപ്പ്. അതുപോലെ തന്നെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. യെസ്, ഹിസ്സിങ് സൗണ്ട്. ഓക്കെ, ഹിസ്. അതുപോലെ തന്നെ ബീസിന്റെ ശബ്ദമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ് എന്ന് പറയാം. അതുപോലെ തന്നെ ബൂം എന്ന് പറയാം. ഇതൊക്കെ എന്താണ് ഒനമാറ്റോപോയിക് വേർഡ്സ് ആണ്. സോ നിങ്ങൾക്ക് അറിയുന്ന ബാക്കിയുള്ള ഒനമാറ്റോപോയിക് വേർഡ്സ് താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.